വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിൽ നാം പ്രവേശിക്കുകയാണ്. ഭക്തിയോഗത്തിലെ 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അർത്ഥസഹിതം മനസ്സിലാക്കാം. 11-ാം അധ്യായം വിശ്വരൂപദർശന യോഗത്തിൽ ഭഗവാന്റെ ഉപദേശം ഒന്ന് നമുക്ക് ഓർമ്മിക്കാം. അർജുനനോട് ഭഗവാൻ പറയുന്നു, ഭക്ത്യാ ത്വനന്യയാ ശക്യാം അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അർജുന, ഏകാഗ്രഭക്തി ഒന്നുകൊണ്ട് മാത്രമേ വിശ്വരൂപിയായ എന്നെ അറിയാനും അടുക്കാനും സാക്ഷാത്കരിക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനാൽ ഭക്തിയെ വർദ്ധിപ്പിക്കുക എന്ന് ഭഗവാൻ ഉപദേശിച്ചു. തുടർന്ന് ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള പരമമായ ഇളകാത്ത അചഞ്ചലമായ പ്രേമമാണ് ഭക്തി. ഈ ഭക്തിയെ വളർത്താനും ഏകാഗ്രമാക്കാനുമുള്ള മാർഗങ്ങളാണ് അല്ലെങ്കിൽ ഉപദേശങ്ങളാണ് 12-ാം അധ്യായം ഭക്തിയോഗത്തിലൂടെ ഭഗവാൻ അർജുനന് നൽകുന്നത്. ആദ്യമായി അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ, സാകാര രൂപത്തിൽ അല്ലെങ്കിൽ ഇഷ്ടദേവതാ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നവരാണോ ശ്രേഷ്ഠർ, അല്ല പരബ്രഹ്മ രൂപത്തിൽ ധ്യാനിക്കുന്നവരാണോ ശ്രേഷ്ഠർ? ഭഗവാന്റെ ഉപദേശം നമുക്ക് കേൾക്കാം. മയ്യാവേശ്യമനോ യിമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാമദാഃ. അർജുന, ഭഗവാനെ ഇഷ്ടദേവതാരൂപത്തിൽ സങ്കൽപ്പിച്ച് മനസ്സിലുറപ്പിച്ച് മനോബുദ്ധികളെ ആ രൂപത്തിൽ അർപ്പിച്ച് ശ്രദ്ധയോടുകൂടി എന്നെ സേവിക്കുന്നവനാണ് യോഗജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഏത്വക്ഷരമനിർദ്ദേശ്യമവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സന്നിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. അർജുന, അക്ഷരവും അവ്യക്തവും സർവയിടത്തിലും വ്യാപിച്ചിരിക്കുന്നതും ഇളകാത്തതും എന്നാൽ എന്നെന്നും നിലനിൽക്കുന്നതുമായ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തിന് ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി മനസ്സിൽ സങ്കല്പിച്ച് ജീവാത്മാക്കളെയെല്ലാം പരമാത്മാവിൻ്റെ അംശങ്ങളാണെന്ന് മനസ്സിലാക്കി സമഭാവനയോടുകൂടി സർവഭൂതഹിതേ രതാഃ, എല്ലാ ജീവാത്മാക്കൾക്കും നന്മയുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്നെ ധ്യാനിക്കുന്നവർ ഏറ്റവും ശ്രേഷ്ഠരാണ്. അത് വളരെയധികം കഷ്ടമാണ്. കാരണം രൂപമില്ലാത്ത ഒന്നിനെ സങ്കല്പിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്നുള്ളത് മനസ്സിന് വളരെ വിഷമമാണ്. എങ്കിലും അങ്ങനെ ധ്യാനിക്കുന്നവർ വളരെ ശ്രേഷ്ഠരാണ്. ഇതിൽ ഏതുവിധം ധ്യാനിച്ചാലും, സാകാരമൂർത്തിയെ ധ്യാനിച്ചാലും പരബ്രഹ്മത്തെ ധ്യാനിച്ചാലും അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ത മയ്യാവേശിത ചേതസാം എന്ന് ഭഗവാൻ പറയുന്നു. എന്നിൽ മനസ്സർപ്പിച്ച യോഗികളെ, ഭക്തന്മാരെ ഞാൻ വേഗത്തിൽ തന്നെ മൃത്യുസംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും. അതുകൊണ്ട് മയ്യേവ മനാദസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ.
അതിനാൽ അർജുന, മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ അർപ്പിച്ച് സദാ എന്നെ ധ്യാനിക്കുക. നീ എന്നെ തന്നെ വന്ന് പ്രാപിക്കും, സംശയമില്ല. തുടർന്ന് ഭഗവാൻ മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മനസ്സിനെ അഭ്യാസം ചെയ്യാൻ ഉപദേശിക്കുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഭഗവാനെയാണ് പ്രാപിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ സദാ ഭഗവത് സ്മരണയോടുകൂടി കർമ്മങ്ങളെ ചെയ്യണം എന്ന് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിന് അഭ്യസിച്ചു കൊടുക്കണം. അങ്ങനെ അഭ്യാസം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളെ തന്നെ ഭഗവത് പൂജയായി കരുതി ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ എല്ലാം ഭഗവത് പൂജയായി മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സ് ഭഗവാനുമായി അടുക്കാൻ തുടങ്ങും. ഇങ്ങനെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ എല്ലാ കർമ്മങ്ങളെയും, ചെയ്യുന്ന കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുക. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ് ഭഗവാനെ. എനിക്കതിൽ നിന്നും ഒരു ഫലവും പ്രതീക്ഷിക്കാൻ തോന്നരുത്. അല്ലെങ്കിൽ ഫലപ്രതീക്ഷാ മനോഭാവത്തിനെ ഇല്ലാതെയാക്കാൻ നാം ശ്രമിക്കണം. എപ്പോഴാണോ മനസ്സിൽ നിന്ന് കർമ്മഫലങ്ങൾ, പ്രതീക്ഷകൾ മാറുന്നത്, അതോടുകൂടി മനസ്സിൽ കർമ്മഫലത്യാഗവും ത്യാഗത്തിൽ നിന്ന് മനഃശുദ്ധിയും ഉണ്ടാകും. ശുദ്ധമായ മനസ്സിൽ ഈശ്വര സാന്നിധ്യം, ആത്മപ്രകാശം തെളിഞ്ഞു വരും. ആത്മപ്രകാശം തെളിയുന്നതോടുകൂടി മനസ്സ് ശാന്തിയും ഈശ്വരനോട് അടുക്കുകയും ചെയ്യും. തുടർന്ന് ഭഗവാൻ ഭക്തന് വേണ്ട ഗുണങ്ങളെയാണ് വിവരിച്ച് തരുന്നത്. നമുക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.